രാഗമാധുരത്തിന് കൂട്ടായി നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസ് MJ അങ്കിൾ, ബിന്നി ആന്റി, റിമി ചേച്ചി, സുമേഷേ, കുഞ്ഞു പാട്ടിന്റെ പ്രിയ വേദിയിലേക്ക് എത്തുന്നു നമ്മുടെ സ്വന്തം വേദിക. വെൽക്കം വേദിക കുട്ടി. സുമേഷേ, ഹായ് വേദിക. ഹായ് ബിന്നി ആന്റി. ഹൗ ആർ യു? ഹൗ ആർ യു? എടാ, നീ ഇതുവരെ റെഡി ആയില്ലേ? അമ്മ എന്തിനാ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നത്? എടാ, ഇന്ന് ചിലപ്പോ അച്ഛനെ ഡിസ്ചാർജ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇത്തിരി നേരത്തെ പോണെന്ന് പറഞ്ഞത്. നീ എന്താ അവിടെ തന്നെ ഇരിക്കുന്നേ? നമുക്ക് ആശുപത്രി പോണ്ടേ? ഇന്ന് അച്ഛൻ്റെ ഡിസ്ചാർജ് ആണെങ്കിൽ നമുക്ക് ഇത്തിരി ലേറ്റ് ആയിട്ട് പോയാ മതി. മനസ്സിലായി മനസ്സിലായി. നിന്റെ താളം ചവിട്ട് കണ്ടപ്പോഴേ എനിക്ക് കാര്യം പിടികിട്ടി. ഇന്ന് ആശുപത്രിയിൽ പോകാൻ നീ മനഃപൂർവ്വം ലേറ്റ് ആകുന്നതിന്റെ കാരണം എനിക്ക് കൃത്യമായി മനസ്സിലായി മോനെ. മനസ്സിലായല്ലോ. എങ്കിൽ പിന്നെ സമാധാനമായി അമ്മ ഇത്തിരി നേരം ഇവിടെ ഇരിക്കി. ഇന്ന് ഡിസ്ചാർജ് ദിവസം ആയതുകൊണ്ട് ഹോസ്പിറ്റലിൽ ക്യാഷ് സെറ്റിൽ ചെയ്യേണ്ടി വരും. നമ്മൾ താമസിച്ചു ചെന്ന ആ സമയം കൊണ്ട് ആ കാശ് ബില്ല് സെറ്റിൽ ചെയ്യും. അതല്ലേ നിന്റെ മനസ്സിലിരിപ്പ്? അതെ, അത് തന്നെയാണ് എന്റെ ഉദ്ദേശം. ഇനി ചെലവാക്കാൻ എന്റെ കയ്യിൽ കാശില്ലമ്മ. ഒരു കല്യാണം പൊടിപൊടിക്കാൻ ലക്ഷങ്ങളാ ഞാൻ ചെലവാക്കിയത്. എന്നിട്ടോ കല്യാണം മുടങ്ങിയെന്ന് മാത്രമല്ല, നാണക്കേട് മാത്രം മിച്ചോ. എടാ, അത് പിന്നെ ആ അമൃതയുടെ. വേണ്ട, അമ്മ അധികം വിശദീകരിച്ച് ബുദ്ധിമുട്ടണ്ട. ഇതിനൊക്കെ ഒരു കാരണക്കാരി അമ്മ കൂടിയാ. ഈ കല്യാണം കാരണം ഉണ്ടായ നഷ്ടം അമ്മ എനിക്ക് നികത്തി തരണം. ഞാനോ? എടാ, ഞാൻ എവിടുന്ന് കാശെടുത്ത് തരാനാ? അതിന് അമ്മ കയ്യിൽ നിന്ന് കാശെടുത്ത് തരണമെന്ന് ആര് പറഞ്ഞു? പിന്നെ നമ്മുടെ തെങ്ങും പറമ്പും പാട്ടത്തിന് കൊടുത്ത് അച്ഛൻ അമൃതയ്ക്ക് കല്യാണ ചെലവിനായിട്ട് കൊടുത്ത 5.5 ലക്ഷം രൂപയില്ലേ, അത് അവളുടെ കയ്യിൽ നിന്ന് അമ്മ വാങ്ങണം. അത് നമുക്ക് സീരിയസ് ആയി ആലോചിക്കാം. ആലോചിച്ചാ പോരാ, കാര്യം നടക്കണം. കല്യാണത്തിനായി ഞാൻ ചെലവാക്കിയ കാശിന്റെ 4/1 അങ്ങനെ എനിക്ക് മുതലാക്കണം. നീ ആള് കൊള്ളാലോ, നിനക്ക് കാഞ്ഞ ബുദ്ധിയാണല്ലോ. അമ്മയുടെ അല്ലേ മോൻ? അപ്പോ ആ കുരുട്ടു ബുദ്ധി ഇത്തിരിയെങ്കിലും എനിക്ക് കിട്ടാതിരിക്കുവോ? എന്നാ പിന്നെ ഇനി ആശുപത്രിയിലേക്ക് പോയാലോ? ഇപ്പൊ ഡിസ്ചാർജും കഴിഞ്ഞ് ആ കാശ് ബില്ലടച്ചും കാണും. എന്റെ മാത്രം അച്ഛനല്ലല്ലോ, അവന്റെയും കൂടിയല്ലേ. അപ്പോ അവനും ചെലവാക്കണ്ടേ? എന്തായാലും ജിംനേഷ്യം ഒക്കെ നടത്തി ഇത്തിരി കാശ് അവന്റെ കയ്യിലും ഉണ്ടല്ലോ. ഞാനൊരു കാര്യം ചോദിച്ചാ നീ സത്യം പറയോ മോനെ? നാളെ എനിക്കൊരു വയ്യായിക വന്ന് ഞാൻ ആശുപത്രിയിലായ എന്നോട് നീ ഇത് തന്നെ ചെയ്യൂ? അമ്മയുടെ കാര്യത്തിൽ ഞാൻ ഒരു പിശുക്കും കാണിക്കില്ല. എത്ര കാശ് വേണമെങ്കിലും ഞാൻ ചെലവാക്കും. എന്നാ പിന്നെ സമയം കളയണ്ട, നീ പോയി വേഗം റെഡിയായിട്ട് വാ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.